ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ടു ക്രിട്ടിക്കൽ സെക്ഷനാണ്. നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഇവിടെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൽഗോരിതാണ്. പീറ്റേഴ്സൺസ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു അൽഗോരിതമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പീറ്റേഴ്സൺസ് അൽഗോരിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രോസസ്സുകളാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒരു P0 P1 രണ്ട് പ്രോസസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരിക്കലും ഒരാൾക്ക് കൂടുതൽ ചാൻസ് കൊടുക്കാതെ ഒരു P0 ആദ്യം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ P1 പിന്നെ P0 P1 അങ്ങനത്തെ ഓർഡറിൽ തന്നെ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഇവിടെ അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കതിൻ്റെ അൽഗോരിതം കാണുമ്പോൾ മനസ്സിലാവും. അതായത് പലപ്പോഴും കേസുകൾ വരുന്നത് വെച്ചാൽ ഒരാൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് കോൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ വരും, ഇൻവോക്ക് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മറ്റേ ആൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, P0 ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ P0ക്ക് ഒരു ചാൻസ് കൊടുക്കുന്നില്ല. P1 കഴിഞ്ഞാലേ P0ക്ക് കിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് ഈ അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്രിട്ടിക്കൽ സെക്ഷൻ ഇവിടെ മാനേജ് ചെയ്ത് പോകുന്നത്. സോ അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കൺസെപ്റ്റുകൾ പറയുന്നുണ്ട്, നമുക്കതൊന്ന് ജസ്റ്റ് റീഡ് ചെയ്യാം. ദ ഡച്ച് മാത്തമാറ്റീഷ്യൻ ഡെക്കർ ഈസ് ബിലീവ് ടു ഹാവ് ബീൻ ദ ഫസ്റ്റ് ടു സോൾവ് ദ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രോബ്ലം. ഡിജിക്സ്ട്രാ ലേറ്റർ ഡെവലപ്ഡ് ഡെക്കേഴ്സ് അൽഗോരിതം ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എമംഗ് ടു ത്രെഡ്സ്. അപ്പോൾ രണ്ട് ത്രെഡ്സുകൾക്കിടയിൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 1965 ഒരു ഡെക്കേഴ്സ് അൽഗോരിതം ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡെക്കർ എന്ന് പറഞ്ഞുള്ളൊരു മാത്തമാറ്റീഷ്യനാണ്. അതിന് പിന്നീട് ഡിജിക്സ്ട്രാ അൽഗോരിതം എന്നൊക്കെ പറയപ്പെട്ടു. അതിനുശേഷമാണ് നമ്മളുടെ ഈ പീറ്റേഴ്സൺസ് അൽഗോരിതം കൊണ്ടുവന്നിട്ടുള്ളത്. 1967 പീറ്റേഴ്സണും ലാംപോർട്ടും എന്ത് ചെയ്തു, ഒരു എഫിഷ്യൻ്റ് അൽഗോരിതമായിട്ടുള്ള പീറ്റേഴ്സൺസ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ പീറ്റേഴ്സൺ അൽഗോരിതം കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇതിനകത്തുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞു, രണ്ട് പ്രോസസ്സുകൾക്കിടയിലാണ് ഈ ഒരു എക്സിക്യൂഷൻ നടക്കുകയുള്ളൂ. അത് നമ്മൾ ലാസ്റ്റ് പറയും. നമുക്കറിയാലോ എല്ലാത്തിനും ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മളതൊക്കെ പറയും. എനിവേ ഇപ്പോൾ നമ്മൾ പറയുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ട് പ്രോസസ്സുകളാണ് യൂസ് ചെയ്യുന്നത്. P0 ഉണ്ട്, P1 ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സുകൾക്കിടയിൽ എങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് എക്സിക്യൂഷൻ കൊണ്ടുവരാം, അതായത് ക്രിട്ടിക്കൽ സെക്ഷൻ ആയാലും ശരി റിമൈൻഡർ സെക്ഷൻ ആയാലും എങ്ങനെ അതായിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് പീറ്റേഴ്സൺസ് അൽഗോരിതം. കണ്ടോ, ഇവിടെ താഴെ കുറച്ച് സ്റ്റെപ്പുകൾ കണ്ടോ. ഇവിടെ പ്രോസസ്സ് P0 ഉണ്ട്, പ്രോസസ്സ് P1 ഉണ്ട്. അപ്പോൾ എന്താണ് P0യിൽ നടക്കുന്നത്, എന്താണ് P1ൽ നടക്കുന്നത് നോക്കാം. ആദ്യം P0ൻ്റെ കേസ് നോക്കാം. നമുക്ക് ജസ്റ്റ് ആദ്യം എന്താണെന്ന് പറയുന്നിട്ട് പോയിന്റുകൾ പറയാം. ഇതിനകത്ത് P0 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫ്ലാഗ് 0 ട്രൂ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മളിവിടെ ടേൺ എന്ന് പറഞ്ഞിട്ട് 1 കൊടുത്തിട്ടുണ്ട്. ഈ ടേൺ എന്ന് പറഞ്ഞ 1 കൊടുത്തത് എന്താ വെച്ചാൽ നമ്മൾ P1നെ വെയിറ്റിംഗ് ലൂപ്പിൽ കൊണ്ടുപോയിട്ടാണ്. അതായത് P0 കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെയും P0 നടക്കാൻ പാടില്ല. അതിന് വേണ്ടി നമ്മൾ എന്ത് വെച്ചാൽ P1നെ നമ്മൾ വെയിറ്റിങ്ങിലിടാണ്. അതായത് P0 കഴിഞ്ഞ് നെക്സ്റ്റ് ആൾട്ടർനേറ്റ് ആയിട്ട് ആര് നടക്കണം, P1 നടക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ കൊണ്ടുവരികയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, ബിസി വെയിറ്റിംഗ് ലൂപ്പിൽ ഇട്ടു. എന്നിട്ട് വൈൽ ഫ്ലാഗ് 1 ട്രൂവും ടേൺ 1 ആവുകയാണെങ്കിൽ ക്രിട്ടിക്കൽ സെക്ഷനിൽ പോകും ആര്, P1 പോകും. അതായത് ഇത് കഴിഞ്ഞിട്ടേ മറ്റേ പോകുള്ളൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്താ നടന്നത്, ഫ്ലാഗ് 0 ആണ് ട്രൂ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളുടെ P0ൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ നടക്കും. എന്നിട്ട് അത് കഴിഞ്ഞാൽ ഫ്ലാഗ് 0 ഫാൾസാക്കി മാറ്റും. അങ്ങനെ ഫ്ലാഗ് 0 ഫാൾസായി മാറിയാൽ ആര് നടക്കും, ഫ്ലാഗ് 1ൻ്റെ കണ്ടീഷൻ ട്രൂ ആവും. അപ്പോൾ എന്ത് ചെയ്യും, പ്രോസസ്സ് 1 എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് വരും. ഇതിൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ നേരെ അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് P1ൻ്റെ പ്രോസസ്സ് നടക്കുന്നതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കഴിയുന്നതോടുകൂടി നമുക്ക് മറ്റേ ആളെ ഇൻവോക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പിന്നെയും ചെയ്ത ആൾക്ക് പിന്നെയും ചെയ്യാന്നുള്ളൊരു അവസ്ഥ വരുന്നില്ല. കാരണം ആ കോഡിനകത്ത് തന്നെ നമ്മൾ മറ്റേ ആളെ കോൾ ചെയ്യാണ് അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യാണ്. മനസ്സിലായില്ല എന്താണ് ഇതിനകത്ത് നടക്കുന്നത്. അതായത് ഇപ്പോൾ P0 തന്നെ പിന്നെയും ചെയ്യുമോ എന്നാണല്ലോ പ്രശ്നം, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് വരുമോ എന്നാണ് പ്രശ്നം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ഇതിനകത്ത് തന്നെ ഇത് കഴിഞ്ഞാൽ മറ്റേ തന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു പ്രോബ്ലം വരാനില്ലല്ലോ. അതാണ് ഇവിടെ ജസ്റ്റ് പറയുന്നത്. സംഭവം സിമ്പിളാണ്, പക്ഷെ ഇതങ്ങനെ കുറേ നീട്ടി വലിച്ച് അങ്ങനെ ബുക്കിൽ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് അതുമനുസരിച്ച് എഴുതിയാൽ മതി കൺസീസ് ആയിട്ട്. പിന്നെ ഇവിടെ പ്രോസസ് 1ൻ്റെ കേസ് വരുമ്പോൾ ഫ്ലാഗ് 1 ട്രൂ ആണ്, ടേൺ 0 കൊടുത്തു വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വെയിറ്റിംഗ് ലൂപ്പിൽ ഇടണം. എന്നിട്ട് ഇത് കഴിഞ്ഞാൽ ഫ്ലാഗ് 1ൻ്റെ കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാഗ് 0ൻ്റെ വെച്ചിട്ട് നമുക്ക് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഇൻവോക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വെച്ച് കൊടുത്താൽ അത് ഇൻവോക്ക് ചെയ്തോളും.
അപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്കൊരു ഔട്ടർ ലെയറെ കാണിച്ചിട്ടുള്ളൂ. ഫ്ലാഗ് 0 ട്രൂ, ടേൺ 0 ട്രൂ ആണെങ്കിൽ ആര് വർക്ക് ചെയ്യും, P0 വർക്ക് ചെയ്യും, അല്ലെങ്കിൽ P1 വർക്ക് ചെയ്യും എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ P1 വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഗ് 1 ഫാൾസ് ആക്കി മാറ്റും. അപ്പോൾ എന്നിട്ട് വീണ്ടും വൈൽ ലൂപ്പിൽ വരും. അപ്പോൾ ആരവിടെ ഉണ്ടാവുക, ഫ്ലാഗ് 0 ട്രൂ, ടേൺ = 0 ആയിരിക്കും. അപ്പോൾ പിടിച്ചിട്ട് നമ്മളുടെ P0 എക്സിക്യൂട്ട് ചെയ്യും. ജസ്റ്റ് സിമ്പിളാക്കി ഇത്ര മനസ്സിലാക്കിയാൽ മതി. P0 ഒരു പ്രാവശ്യം ക്രിട്ടിക്കൽ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും P0 ചെയ്യാത്തൊരവസ്ഥ എത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് P0 ചെയ്യുമ്പോൾ P0 ചെയ്യുക, അത് കഴിഞ്ഞാൽ P1 ചെയ്യുക, മ്യൂച്വൽ എക്സ്ക്ലൂഷനും കൂടെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നവിടെ. അത് കഴിഞ്ഞാൽ വീണ്ടും P0 പിന്നെ P1 അങ്ങനെയാണ് ഈ രണ്ട് പ്രോസസ്സുകൾക്കിടയിൽ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മളുടെ പീറ്റേഴ്സൺസ് അൽഗോരിതം പറയുന്നത്. ഇനി എന്താണ് ദ അൽഗോരിതം യൂസസ് 2 വേരിയബിൾസ്. നമ്മളിപ്പോൾ പറഞ്ഞു 2 വേരിയബിൾസാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫ്ലാഗ് ഉണ്ട്, പിന്നെ ഒന്ന് ടേൺ ഉണ്ട്. അര വേരിയബിൾസ് ഫ്ലാഗ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് പ്രോസസ് ഈസ് റെഡി ടു എൻ്റർ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ. ഫ്ലാഗ് ആണ് തീരുമാനിക്കുന്നത് എന്ത് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടോ എന്ന്. ഇപ്പോൾ ഫ്ലാഗ് = 0 ആണെങ്കിൽ എന്താണ് P0 റെഡി ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ദ വേരിയബിൾ ടേൺ ഇൻഡിക്കേറ്റ് വൂസ് ടേൺ ഇറ്റ് ഈസ് ടു എൻ്റർ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ. ടേൺ എന്ന് മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ നെക്സ്റ്റ് ഇനി ആരെ ടേൺ ആണ് എന്നുള്ള രീതിയിലാണ്. ദാറ്റ് ഈസ് ഇഫ് ടേൺ = 0 then process P0 is allowed to execute its critical section. എന്തായി P0 allow ചെയ്യും. Entrance to the critical section is granted for process P0 and P1 does not want to enter its critical section or അതായത് ഇപ്പോൾ P0ക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ഗ്രാൻഡ് ചെയ്യുന്ന ഒരു എൻട്രൻസ് ആണ് ഈ ടേൺ കൊണ്ട് മീൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഇതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം. Then that is turn = 0, then process P0 is allowed to execute in its critical section. Entrance to the critical section is granted for process P0. നമ്മൾ എൻട്രൻസ് കൊടുക്കുകയാണ് എങ്ങനെയാണ്, if P does not want to enter its critical section or P1 has given priority P0 by setting to 0. അതായത് ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ നമ്മൾ ഫ്ലാഗ് 1 ആണ് സെറ്റ് ചെയ്തു, ടേൺ ട്രൂ ആണ് എങ്കിൽ ടേൺ 0 ആണെങ്കിൽ നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്ലാഗ് 1 അല്ലെങ്കിൽ പ്രോസസ്സിന് ഇപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ അതിന് ക്രിട്ടിക്കൽ സെക്ഷൻ വേണ്ട. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഫ്ലാഗ് 0 ആക്കി സെറ്റ് ചെയ്ത് കൊടുത്താൽ ഈ P1ൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് P0നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ചാൻസ് കൊടുക്കാൻ പറ്റും. അവർ ചെയ്തോട്ടെ, അവർക്ക് പ്രയോറിറ്റി ഒക്കെ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് P1 തന്നെ P0നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇൻവോക്ക് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ പീറ്റേഴ്സൺസിൽ കൊണ്ടുവരുന്നത്. സാധാരണ അങ്ങനെയല്ലല്ലോ ഇത്രയും വരെ ഉണ്ടായിരുന്നത്. അതായത് അവർ ചെയ്യാനുള്ള പ്രോസസ് അവർ ചെയ്യുക, മറ്റാൾ ചെയ്യാനുള്ള പ്രോസസ് മറ്റാൾ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇതുവരെ മുന്നോട്ട് പോയത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു കോപ്പറേറ്റീവ് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. The algorithm satisfies the 3 essential criteria: mutual exclusion, progress, and bounded waiting to solve the critical section problem. ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കൊണ്ടുവന്നു, പ്രോഗ്രസ് കൊണ്ടുവന്നു, ബൗണ്ടഡ് വെയിറ്റിംഗ് കൊണ്ടുവന്നു. പ്രൊവൈഡ് ദ ചേഞ്ചസ് ടു വേരിയബിൾ ടേൺ ഫ്ലാഗ് 0, ഫ്ലാഗ് 1 propagate immediately and automatically. The while condition works even with the preemption. അതായത് നമ്മൾ ഫ്ലാഗ് 0നും ഫ്ലാഗ് 1നെയൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നു. മാത്രമല്ല വൈൽ കണ്ടീഷൻ പ്രിയംറ്റീവ് ആയിട്ടും വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഒന്ന് കുറച്ച് ചെയ്തിട്ട് അടുത്താക്ക് പ്രയോറിറ്റി കൊടുക്കുക, ആ രീതിയിലൊക്കെ പോസിബിളാണ്. പക്ഷേ ഇവരുടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ P1 തന്നെ P0ക്ക് ഇൻവോക്ക് ചെയ്യുക, അതേപോലെ P0 P1ക്ക് ഇൻവോക്ക് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റേറ്റാണ് മെയിനായിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഒരിക്കലും P1ഉം P0യും ഒരുമിച്ച് ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം വരാനില്ല എന്നുള്ളതും കൂടെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. നോക്കാം മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. P0 P1 ക്യാൻ നെവർ ബി ഇൻ ദ ക്രിട്ടിക്കൽ സെക്ഷൻ അറ്റ് ദ സെയിം ടൈം. അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും രണ്ടാളും കൂടെ ഒരു ടൈമിലെത്തില്ല. കാരണം P0 എൻ്റർ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ ഓൺലി if either flag 1 = false or turn = 0. അതായത് ഫ്ലാഗ് 1 ഫാൾസ് ആവണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലാഗ് 0 ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ P0 എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വേണ്ട ഫ്ലാഗ് 1 = ഫാൾസ് തന്നെ ആയിക്കോട്ടെ. അതായത് നമ്മൾ ഈ പ്രോസസ്സിനകത്ത് പറഞ്ഞല്ലോ ഫ്ലാഗ് 1 ഫാൾസ് ആയാലാണ് നമ്മൾ ഈ വൈൽ ലൂപ്പിലെത്തിയിട്ട് അടുത്ത ആൾ ഇൻവോക്ക് ചെയ്യാന്ന്. അതേപോലെയാണ് പറയുന്നത് ഫ്ലാഗ് 1 ഫാൾസ് ആവട്ടെ. അപ്പോൾ നമ്മൾ മീൻ ചെയ്യുന്നതാണ് 0s 1s മാത്രമേ ഉള്ളൂ അതിനകത്ത്. അതിനർത്ഥം മറ്റേത് എന്താണ് 1 ആവും. അതായത് നമ്മളുടെ ഫ്ലാഗ് 0 ടേൺ 0യും ആവണം. ഓൾസോ നോട്ട് ദാറ്റ് ഇഫ് ബോത്ത് പ്രോസസ് ക്യാൻ ബി എക്സിക്യൂട്ടിംഗ് ഇൻ ദയർ ക്രിട്ടിക്കൽ സെക്ഷൻ അറ്റ് ദ സെയിം ടൈം. അതേപോലെ രണ്ട് പ്രോസസ്സുകളും അവരുടെ ക്രിട്ടിക്കൽ സെക്ഷനിൽ നമ്മൾ പറഞ്ഞു ഒരുമിച്ച് വരില്ല. കാരണം ഫ്ലാഗ് 0യും ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രോസസ്സുകളും അതിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് എന്താണ്, ഫ്ലാഗ് 0 = ഫ്ലാഗ് 1 = ട്രൂ എന്നുള്ളൊരവസ്ഥ വരുവാണെങ്കിലാണ് രണ്ട് പ്രോസസ്സുകളും
അതിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഒരുമിച്ച് വരും. പക്ഷെ ഒരിക്കലും അത് വരില്ലല്ലോ. ദീസ് ടു ഒബ്സർവേഷൻ ഇംപ്ലൈ ദാറ്റ് P0 P1 കുഡ് നോട്ട് ഹാവ് സക്സസ്ഫുള്ളി എക്സിക്യൂട്ടഡ് ദെയർ ബിസി വെയിറ്റ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അറ്റ് അബൌട്ട് ദ സെയിം ടൈം. നമ്മൾ പറഞ്ഞു ഒരിക്കലും ഫ്ലാഗ് 0യും ഫ്ലാഗ് 1 ഒരുമിച്ച് ട്രൂ ആകാൻ പറ്റില്ലല്ലോ. കാരണം ആകെ ഇതിനകത്ത് 0സും 1സും ഉള്ളൂ, അതേപോലെ ട്രൂവും ഫാൾസും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരിക്കലും അങ്ങനെ വരില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇങ്ങനെ സെയിം ടൈമിൽ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളൊരു പ്രശ്നം വരില്ല. Hence, one of the process, say P1, must have successfully executed the busy wait while statement, whereas P0 had to execute at least one additional statement, turn equal to 1. However, at that time flag 1 equal to true and turn equal to 1, and this condition will persist as long as P1 is critical section. As a result, mutual exclusion is preserved. അപ്പോൾ ഫ്ലാഗ് ഈക്വൽ ടു 1 ട്രൂവും ടേൺ ഈക്വൽ ടു 1 ആയാൽ ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ടൈമിലാണ് P1 ക്രിട്ടിക്കൽ സെക്ഷനിലെത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിസേർവ്ഡ് ആണ്. കാരണം ഫ്ലാഗ് 1ഉം ട്രൂവും ടേൺ 1ഉം ആണെങ്കിൽ P1ഉം എക്സിക്യൂട്ട് ചെയ്യും. ഫ്ലാഗ് 0 ട്രൂവും ടേൺ 0യും ആയാൽ P0 എക്സിക്യൂട്ട്. അതായത് ആ രണ്ട് കണ്ടീഷനും ട്രൂ ആയാൽ നമ്മൾ P0 എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, മറ്റേത് ട്രൂ ആയാൽ P1 എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് നമ്മൾ പിന്നെ പറയാൻ പോകുന്നത് വെച്ചാൽ രണ്ട് പ്രോസസ്സ് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനും വലിയൊരു നെഗറ്റീവ് ഇല്ല. കാരണം നമുക്കൊരിക്കലും മൾട്ടി യൂസർ എൻവിറോൺമെൻറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനകത്ത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. എങ്കിലും ഇത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ കൊണ്ടുവന്ന ഒരു അൽഗോരിതം ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതിന്. എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതാൻ വേണം. അപ്പോൾ എന്തായി, ഒരിക്കലും ഫ്ലാഗ് 0യും ഫ്ലാഗ് 1ഉം ഒരുമിച്ച് ട്രൂ ആവാനും പോകുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും രണ്ടും ഒരുമിച്ച് നടക്കില്ല. പിന്നെ ഫ്ലാഗ് 1 ട്രൂവും ടേൺ 1 ട്രൂവും ആയാൽ ടേൺ 1ഉം ആയാൽ മാത്രമേ ആർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, P1ന് വർക്ക് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, ആ രീതിയിൽ കൊണ്ടുവരുന്നതുകൊണ്ടാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ സക്സസ്ഫുള്ളായിട്ട് പ്രിസർവ് ചെയ്യുന്നത്. Then progress. Progress means that if no process is executing its critical section and some process wish to enter their critical section. Progress എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോസസ്സും ആ സമയത്ത് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, എന്നാൽ വേറെ ഒരു പ്രോസസ്സിന് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് പ്രോഗ്രസ് ഉള്ളത്. ദെൻ ഓൺലി ദോസ് പ്രോസസ് ദാറ്റ് ആർ നോട്ട് എക്സിക്യൂട്ടിംഗ് ഇൻ ദ റിമൈൻഡർ സെക്ഷൻ ക്യാൻ participate in making the decision as to which process will enter its critical section next. അതായത് പ്രോസസ് ദാറ്റ് നോട്ട് അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സ് എന്ത് ചെയ്തു, അതിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞു റിമൈൻഡർ സെക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എങ്കിൽ അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ തീരുമാനിക്കാം, നെക്സ്റ്റ് എന്നാൽ നെക്സ്റ്റ് ആൾ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്തോട്ടെ, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് തീരുമാനിക്കാം. അതായത് P1 തീരുമാനിക്കുകയാണ്, ഓക്കെ എനിക്കിപ്പോൾ ചെയ്യുന്നില്ല, ഞാൻ P0 ചെയ്തോട്ടെ എന്നുള്ള ഡിസിഷൻ എടുക്കാം. അവിടെയാണ് നമ്മൾ ഫ്ലാഗ് ഫാൾസ് ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് അൽഗോരിതം നടക്കുന്നത്? പ്രോസസ് P0 ക്യാൻ ബി പ്രിവെൻറ്റഡ് ഫ്രം എൻറ്ററിങ് ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ ഓൺലി ഇഫ് ഇറ്റ് ഈസ് സ്റ്റക്ക് ഇൻ ദ ബിസി വെയിറ്റിംഗ് ലൂപ്പ് വിത്ത് കണ്ടീഷൻ ഫ്ലാഗ് 1 ട്രൂ ടേൺ 1. എപ്പോഴും ടേൺ ട്രൂ എന്നാണ് ഞാൻ പറയുന്നത്. ടേൺ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രാവശ്യം പറഞ്ഞതാണ്. P1 വർക്ക് ചെയ്യണമെങ്കിൽ ഫ്ലാഗ് 1 ട്രൂ ആണ്, ടേൺ 1 ആണ്. പക്ഷേ നമ്മുടെ Pക്ക് തൽക്കാലം ക്രിട്ടിക്കൽ സെക്ഷനിക്ക് പോകാൻ താല്പര്യമില്ല, റെഡിയല്ല. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഫ്ലാഗ് ഫാൾസ് ആക്കി കൊടുത്താൽ മതി. അങ്ങനെ ആക്കി കൊടുത്താൽ P0 ക്യാൻ എൻ്റർ ഈസ് ക്രിട്ടിക്കൽ സെക്ഷൻ. അങ്ങനെ ആകുമ്പോൾ P0 എന്ത് ചെയ്തോളും, ക്രിട്ടിക്കൽ സെക്ഷനിക്ക് പോയിക്കോളും. P1ന് താല്പര്യമില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഫാൾസ് ആക്കിയത്. ഇഫ് P1 ഹാസ് സെറ്റ് ഫ്ലാഗ് ടു ട്രൂ ആൻഡ് ഈസ് ഓൾസോ എക്സിക്യൂട്ടിംഗ് ഇൻ ഇറ്റ്സ് ബിസി വെയിറ്റ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ്, then either turn 0 or turn 1. If turn 0, then P0 will enter the critical section. അതായത് ടേൺ 0 ആണെങ്കിൽ P0ക്ക് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യാൻ കഴിയും. അതല്ല ടേൺ 1 ആണെങ്കിൽ P1 will enter the critical section. എന്ത് ചെയ്തു, P1 ക്രിട്ടിക്കൽ സെക്ഷനിക്ക് എൻ്റർ ചെയ്തു. അതാണ് ഇതിനകത്ത് നടക്കുന്നത്. നമ്മൾ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അത് ട്രൂ ആയാൽ അതിൻ്റെ കൂടെയുള്ള ആൾ ആരാണോ എന്ന് കൂടി നോക്കും. ടേൺ 0 ആണോ 1 ആണോ നോക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, അവർ ക്രിട്ടിക്കൽ സെക്ഷൻ കൊടുക്കുള്ളൂ. ഇറ്റ് വിൽ റീസെറ്റ് ഫ്ലാഗ് 1 to section. It will reset flag 1 to false, allowing P0 to enter the critical section. അതിനകത്ത് ഫ്ലാഗ് 1 ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്തു, P0 എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് P1 റീസെറ്റ് ഫ്ലാഗ് 1 to true, ഫ്ലാഗ് 1 ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്തു, P1 എക്സിക്യൂട്ട് ചെയ്തു. ഇറ്റ് മസ്റ്റ് ഓൾസോ ടേൺ സെറ്റ് ടു 0 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. ദ സിംഗിൾ P0 സിൻസ് P0 ഡസ് നോട്ട് ചേഞ്ച് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ ടേൺ വൈൽ എക്സിക്യൂട്ടിംഗ് ദ ബിസി വെയിറ്റ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ്, P0 will enter the critical section progress after the most one entry by P1 bounded waiting. അതായത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ P0 ക്രിട്ടിക്കൽ സെക്ഷനിൽ എഴുത്തുകയും വേണം,
ഒരു P1 കഴിഞ്ഞ്, അതായത് ഒരു ബൗണ്ടഡ് വെയിറ്റിംഗ് കൊണ്ടുവരിക, പിന്നെ ഒരു പ്രോഗ്രസ് കൊണ്ടുവരിക, പിന്നെ ബൗണ്ടഡ് വെയിറ്റിംഗ് കൊണ്ടുവരിക, പ്രോഗ്രസ് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തണം. അപ്പോൾ പറയുകയാണെങ്കിൽ P0 ആദ്യം എൻ്റർ ചെയ്ത് ക്രിട്ടിക്കൽ സെക്ഷനിലെത്തി. എപ്പോഴാണ് P0 വരേണ്ടത്? അത് P1 കഴിഞ്ഞിട്ടാണ്. പിന്നെ P1 വരുന്നത് P0 കഴിഞ്ഞിട്ട്. അങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് മോസ്റ്റ് വൺ എൻട്രി P1ൻ്റെ കഴിഞ്ഞാൽ അവർക്ക് വരാം, P0ക്ക് വരാം, പിന്നെയും P1 P0 അങ്ങനെ കൊണ്ടുവരണം. അത്രേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ട് പറയാനത്. പിന്നെ അവർ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ കഴിയുന്ന രീതിയിൽ കൊടുത്തു എന്നേ ഉള്ളൂ. ഫ്ലാഗ് വണ്ണ് ട്രൂവും ടേൺ 1 ട്രൂ ആണെങ്കിൽ ഇവർക്ക് ചെയ്യാം, P1ന് ചെയ്യാം. അതല്ല P1ന് താല്പര്യമില്ലെങ്കിൽ ഫ്ലാഗ് ഫാൾസായി കൊടുത്താൽ മതി, എന്നാൽ P0 ചെയ്തോളും എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ റീഡ് ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ വീഡിയോ അത്ര ലെങ്ത്തായി പോകുന്നതിനെ സത്യം പറഞ്ഞാൽ റീഡ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. കാരണം ഞാൻ മുമ്പൊക്കെ ചെയ്തിരുന്നു റീഡ് ചെയ്യാതെ ഇങ്ങനെ കൺസെപ്റ്റുകളൊന്നും പറഞ്ഞില്ല. അങ്ങനെ ആകുമ്പോൾ പലർക്കും നോട്ട് കുറേ വീഡിയോ കുറച്ച് എന്നുള്ള ഡൗട്ടുകളൊക്കെ വന്നുകൊണ്ട് ആണ് ഞാൻ റീഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വീഡിയോ കുറേ ഉണ്ടായി പോകും. അങ്ങനെ പ്രശ്നമൊന്നും കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സംഭവം ഇത്ര മനസ്സിലാക്കിയാൽ മതി. P1 കഴിഞ്ഞാൽ P0 വരണം, P0 കഴിഞ്ഞാൽ P1 വരണം. ഓക്കെ, അതെങ്ങനെയൊക്കെ വരണം എന്നാണ് നമ്മൾ അൽഗോരിതത്തിൽ പറഞ്ഞത്. ഇനി ബൗണ്ടഡ് വെയിറ്റിംഗ് ഓർ ബൗണ്ടഡ് ബൈപ്പാസ് മീൻസ് ദാറ്റ് ദ നമ്പർ ഓഫ് ടൈംസ് എ പ്രോസസ് bypasser to another process after it has indicated its desire to enter critical section is bounded by function of the number of process in the system. In Peterson's algorithm, a process will never wait longer than one turn for entrance of the critical section. As explained in the progress session, assume that when both of process P0 and P1 declare their willingness to enter, willingness is setting their respective flag 0 and 1 to true. If turn equal to 1, then P1. ബൗണ്ടഡ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്താക്കി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് ബൗണ്ടഡ് വെയിറ്റിംഗ് എന്ന് പറയുക. ഇതിനകത്ത് പീറ്റർസൺസ് അൽഗോരിതത്തിൽ ബൗണ്ടഡ് വെയിറ്റിംഗ് ഉണ്ട്. അത് കൂടുതലൊന്നും പോകുന്നില്ല. കാരണം എന്താണ്, ഒരാൾക്ക് നമ്മൾ ടേൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്താൾക്ക് നമ്മൾ ടേൺ ചെയ്ത് കൊടുക്കും. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അയാൾക്ക് കൊടുക്കും, പിന്നെ മറ്റാൾക്ക് കൊടുക്കും. അങ്ങനത്തെ രീതിയിൽ കൊണ്ടുപോകാൻ അതിന് കഴിയുന്നുണ്ട്. പക്ഷേ 2 പ്രോസസ്സിനെ കഴിയുള്ളൂ. അതായത് നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ഒരുമിച്ച് പറയുകയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. സോ നമ്മൾ പറഞ്ഞു P1ഉം P0യും വില്ലിംഗ് ആണ്. അവർക്ക് എന്ത് ചെയ്യണം, ക്രിട്ടിക്കൽ സെക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും, ഫ്ലാഗ് 0യും ഫ്ലാഗ് 1ഉം ട്രൂ ആവും. പക്ഷെ ടേൺ എന്താണോ എന്ന് നോക്കണം. ടേൺ 1 ആണെങ്കിൽ രണ്ടാളും മറ്റോ രണ്ടാളും ട്രൂ ആയാലും P1നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. P1 എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ ഫ്ലാഗ് ഫാൾസാക്കി സെറ്റ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ P0ക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാം. എല്ലാത്തിലും പറയുന്നത് ഇതേ കൺസെപ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡായി ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. സംഭവം സിമ്പിളാണ്. പക്ഷേ അതിങ്ങനെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിച്ച് മറിച്ച് പറയുന്നുണ്ട് എന്നേ ഉള്ളൂ. Assume that before P0 enters its critical section, P1 attempt to re-enter its critical section by setting flag 1 to true. അങ്ങനെ P0 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, P1 റീഎൻ്റർ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്താകുമ്പോൾ അതിൻ്റെ ഫ്ലാഗ് 1 ട്രൂ ആക്കി കൊടുക്കും. അപ്പോൾ എന്താണ്, P0 കഴിഞ്ഞാൽ പിന്നെയും P1 വരും. ബട്ട് നൗ P1 മസ്റ്റ് ഓൾസോ സെറ്റ് ടേൺ ടു 0. This permit process P0 pass the busy wait while loop and P0 will enter its critical section after at most one entry by P1. അപ്പോൾ എന്ത് ചെയ്യുക, P1 എന്ത് ചെയ്തോളും, വെയിറ്റിംഗ് ക്യൂവിൽ പോയി നിൽക്കുക P1. കാരണം എന്താണ്, P0 കഴിഞ്ഞാൽ P1ന് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ P0 അതേപോലെ ചെയ്യും. അങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയൊക്കെയാണ് പീറ്റേഴ്സൺസ് അൽഗോരിതത്തെക്കുറിച്ച് പറയാനുള്ളത്. സംഭവം സിമ്പിളായിട്ടുള്ള ചെറിയൊരു കാര്യമാണ്, പക്ഷെ അത് പല രീതിയിലും പറയുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് തന്നെ അറിയാം. ഫസ്റ്റത്തെ നമ്മൾ പലവട്ടം പറഞ്ഞു. ഇത്രയൊക്കെ പ്രത്യേകതകൾ നമ്മളുടെ പീറ്റേഴ്സൺസ് അൽഗോരിതത്തിനുണ്ടെങ്കിലും അതിന് കുറച്ച് എന്തായാലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ലിമിറ്റഡ് ആണ് 2 പ്രോസസ്സുകൾക്കിടയിൽ. അത് വലിയൊരു നെഗറ്റീവാണ്. അത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ദെൻ പീറ്റേഴ്സൺസ് അൽഗോരിതം ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് ടു വർക്ക് ഓൺ മോഡേൺ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ for the reason that processors and compilers may reorder, read and write operations that have no dependencies to improve system performance. അതായത് ഇത് നമ്മളുടെ മോഡേൺ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറായിട്ട് പറയുമ്പോൾ അത് ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റായി മാറുന്നു. കാരണം ഇവിടെ ഒരിക്കലും നമുക്ക് ഡിപ്പെൻഡൻസി ഇല്ല. അതായത് നമ്മളുടെ മോഡേൺ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ ഡിപ്പെൻഡൻസി ഇല്ലല്ലോ. എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ ഈ പീറ്റേഴ്സൺസ് അൽഗോരിതത്തിൽ നടക്കുന്നത് മൊത്തം ഡിപ്പെൻഡൻ്റ് ആണ്. P0 P1നെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മറ്റേ തിരിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നു. മൊത്തം ഡിപ്പെൻഡൻസിയാണ്. അത് ഇതിൻ്റെ മറ്റൊരു വലിയ നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവുകളാണ് കുറേ ഉള്ളത് കേട്ടോ. The algorithms is implemented in the form of busy waiting, where a process in the tight loop checking particular condition until it is allowed to enter its critical section. That if busy waiting employed while a process is waiting for access to critical section, it continues to consume processor time. അതായത് സിമ്പിളായിട്ട് പറയാം, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ ബിസി വെയിറ്റിംഗ് എന്ന് പറഞ്ഞുള്ളൊരു പ്രശ്നം വന്നുള്ള കുഴപ്പമെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ CPU പോയിട്ട് ഇങ്ങനെ മുട്ടണം.
അതായത് CPUവിൻ്റെ അടുത്ത് പോയി നമുക്ക് ടൈം തരുമോ, വെയിറ്റിങ്ങിലാണെന്നൊക്കെ ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് കാരണം പ്രോസസ്സർ ടൈമിനെ കൺസ്യൂം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതായത് പ്രോസസ്സർക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യാണ്ട് അതിൻ്റെ പുറമെ കടന്നിട്ടാണ് ഇവർ ചെന്നിട്ട് ഈ ബിസി വെയിറ്റിങ്ങിൻ്റെ വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ വലിയൊരു നെഗറ്റീവാണ്. കാരണം നമ്മളിവിടെ ബിസി വെയിറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അത് CPUവിൻ്റെ സൈക്കിൾസിനെ വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The solution to strictly turn taking, a process can re-enter its critical section only after other process executes its critical section and sets flag to false and set turn to other process. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്ട്രിക്ട്ലി ടേൺ ടേക്കിംഗ് ആണ്. അതായത് ഒരു ടേൺ കഴിഞ്ഞാൽ അടുത്താൾക്ക് ടേൺ കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് ചില കേസിൽ പ്രോസസ്സിന് റീ എൻട്രി ചെയ്യുന്നിടത്ത് അത് പ്രശ്നം വരാറുണ്ട് ചിലപ്പോഴൊക്കെ. അത് വലിയ വേണമെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. കാരണം എന്തായാലും P0 കഴിഞ്ഞാൽ P1 ചാൻസ് ഉള്ളൂ. ഒരിക്കൽ പോലും P0ക്ക് ചാൻസ് വരുന്നില്ല എന്നുള്ളത് ഒരു തരത്തിൽ വേണമെങ്കിൽ നെഗറ്റീവാക്കിയിട്ട് പറയാം. Crashing or terminating of one process within outside or its critical section affect the ability of other process to access the shared resources. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ക്രാഷിങ്ങോ ഇഷ്യൂസ് എന്തെങ്കിലും വന്നാൽ എന്താണ്, ഇത് ഡിപ്പെൻഡൻ്റ് ആണല്ലോ. ഒരു പ്രോസസ്സ് മറ്റേ പ്രോസസ്സിന് ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് എന്താണ്, അവർക്കത് ആക്സസ് ചെയ്യാൻ കഴിയാതെ വരും. Crashing or terminating of one process within the outside of its critical section can lead to the deadlock. ഇത്തരം ക്രാഷിംഗ് ഒക്കെ നടന്നാൽ അത് ഡെഡ്ലോക്കിലെത്തും. കാരണം എന്താ ഡെഡ്ലോക്ക് എന്താ, നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയാണ് ഡെഡ്ലോക്ക്. എല്ലാം അവിടെയും ഇവിടെയും എന്തായി കിടക്കുക, ലോക്കഡായി കിടക്കുന്ന ഒരവസ്ഥ. അതും ഇതിൻ്റെ ഒരു നെഗറ്റീവാണ്, ഡിസഡ്വാൻറ്റേജ് ആണ്. സൊല്യൂഷൻ മേക്ക് അസംഷൻ ദാറ്റ് ദ relative speed and priority of contents of process are comparable. If one process is too slow, the progress of the other process will be affected. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഒരു പ്രോസസ്സ് സ്ലോ ആയി മാറിയാൽ അത് മറ്റേ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതും ഇതിൻ്റെ ഒരു നെഗറ്റീവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പീറ്റേഴ്സൺസ് അൽഗോരിതത്തെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഹാർഡ്വെയർ സൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ പീറ്റേഴ്സൺസ് അൽഗോരിതമാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് P0 P1 രണ്ട് പ്രോസസ്സ് അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോവുക. അതായത് മ്യൂച്വൽ എക്സ്ക്ലൂഷനും പ്രോഗ്രസ്സും ബോർഡഡ് ബൈറ്റിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യാൻ മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല ഇതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസും കൂടെ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് എക്സാമിന് ചോദിച്ചാൽ പീറ്റേഴ്സൺസ് അൽഗോരിതം അറ്റൻഡ് ചെയ്യാം കേട്ടോ. ദെൻ ഓക്കെ, താങ്ക് യു. ശരി.